എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഈ വർഷത്തെ മാത്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് ഇപ്പോൾ ഉള്ളത്. ആദ്യമായി എല്ലാവരെയും ഞാൻ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത് അതൊന്ന് ഓർത്ത് നോക്കാം. എന്തൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്? നമ്മൾ ആദ്യം സംഖ്യാശ്രേണികൾ എന്താണെന്ന് പറഞ്ഞു, നമ്പർ സീക്വൻസ് എന്താണെന്ന് പറഞ്ഞു, ചില പ്രത്യേക സംഖ്യാശ്രേണികൾ നമ്പർ സീക്വൻസുകൾ നമ്മൾ എഴുതി പരിശോധിച്ചു, അവയുടെ പൊതുരൂപം ഇതൊക്കെ നമ്മൾ എഴുതി. അതിൽ നിന്ന് നമ്മൾ എന്താണ് ഒരു സമാന്തര ശ്രേണി, ഈ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് സമാന്തര ശ്രേണി, അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ നമ്മൾ എന്താണ് ഒരു സമാന്തര ശ്രേണി എന്താണ്, അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് മനസ്സിലാക്കിയതാണ്, പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ വർക്കുകളൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് സമാന്തര ശ്രേണി അല്ലെങ്കിൽ എന്താണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുഴുവൻ ഈ സമാന്തര ശ്രേണിയുടെ പല പ്രത്യേകതകൾ ഇത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് മുഴുവൻ പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ചാപ്റ്റർ ഇത് വളരെ പ്രധാനപ്പെട്ട ആകെ 11 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത് 10ാം ക്ലാസ്സിൽ. അതിൽ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററും കൂടിയാണ്. സാധാരണ എല്ലാ വർഷവും പബ്ലിക് എക്സാമിന് ഒരു 9 മാർക്ക് വരെയൊക്കെ ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ എന്താണ് സമാന്തര ശ്രേണി എന്ന് നമ്മൾ പറഞ്ഞു. ഞാനൊരു സമാന്തര ശ്രേണി അല്ലെങ്കിൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഇവിടെ എഴുതാം. നാല് 7 10 13 എക്സെട്ര 4 7 10 13 എക്സെട്ര. നിങ്ങൾക്കറിയാം, ഇത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം ഇതൊരു സമാന്തര ശ്രേണിയാണ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. നമുക്കറിയാം 4നോട് 3 കൂട്ടിയാൽ 4 + 3 ആണ് 7. വീണ്ടും 7നോട് 3 കൂട്ടിയാൽ 10 കിട്ടും. 7 + 3 = 10. 10നോട് വീണ്ടും 3 കൂട്ടിയാൽ 13 കിട്ടും. ഇവിടെ ഈ ഓരോ അടുത്തടുത്തുള്ള പദങ്ങളുടെയും വ്യത്യാസം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഈ 3ആണ് വ്യത്യാസം. 7ന്ന് 4 കുറച്ചാലും 10ന്ന് 7 കുറച്ചാലും 13 - 10 ഒക്കെ നമുക്ക് കിട്ടുന്ന വ്യത്യാസം ഈ 3ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ശ്രേണിയെ സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അറിയുന്നതാണ്. അപ്പോൾ ഈ വ്യത്യാസം, ഈ സമാന്തര ശ്രേണിയുടെ അടുത്തടുത്ത 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഡിഫറൻസ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ടേംസ്, ഈ പദങ്ങളുടെ വ്യത്യാസത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഒരു സമാന്തര ശ്രേണിയുടെ പൊതു വ്യത്യാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ്. അപ്പോൾ എന്താണ് ഒരു സമാന്തര ശ്രേണിയുടെ പൊതു വ്യത്യാസം എന്ന് നോക്കുക. സമാന്തര ശ്രേണിയുടെ അടുത്തടുത്തുള്ള 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അതെപ്പോഴും ഒരേ സംഖ്യ തന്നെ ആയിരിക്കും. അപ്പോഴാണ് ആ ശ്രേണിയെ നമ്മൾ സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുക. അതിൻ്റെ ആ അടുത്തടുത്തുള്ള പദങ്ങളുടെ വ്യത്യാസത്തിനെ വിളിക്കുന്ന പേരാണ് പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ പൊതുവ്യത്യാസത്തിനെ നമ്മൾ സാധാരണ സൂചിപ്പിക്കുന്നത് ഡി, സ്മോൾ ലെറ്റർ ഡി എന്ന അക്ഷരം ഉപയോഗിച്ചിട്ടാണ് ഈ പൊതുവ്യത്യാസത്തിനെ സൂചിപ്പിക്കുക. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ്. ഓക്കെ, ഇനി നമ്മൾ ഈ സമാന്തര ശ്രേണിയുടെ പല പ്രത്യേകതകളിലൂടെയാണ് നമ്മൾ ചർച്ച ചെയ്തു പോകുന്നത്. ഒന്നാമത്തത് ഇവിടെ നോക്കാം, ഈ 4നോട് ഒരു കാര്യം കൂടി, സമാന്തര ശ്രേണിയുടെ നല്ല നമ്മൾ സംഖ്യാശ്രേണികളുടെ ഒക്കെ പദങ്ങളെ സാധാരണ സൂചിപ്പിക്കല് x1 x2 x3 എക്സെട്ര ഈ രൂപത്തിലാണ് എഴുതുക. പൊതുവായിട്ട് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് സംഖ്യാശ്രേണിയുടെ ഒന്നാമത്തെ പദം ഫസ്റ്റ് ടേം, രണ്ടാമത്തെ പദം സെക്കൻഡ് ടേം, മൂന്നാമത്തെ പദം തേർഡ് ടേം എക്സെട്ര, nth ടേം അവസാനത്തെ പദം. ഈ രൂപത്തിലാണ് എല്ലാ സംഖ്യാശ്രേണികളെയും നമ്മൾ സൂചിപ്പിക്കുക. നമ്മൾ പറഞ്ഞു സംഖ്യാശ്രേണി എന്ന് പറഞ്ഞാൽ സംഖ്യകളെ ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ അല്ലെങ്കിൽ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം ഈ രൂപത്തിൽ എഴുതുന്നതിനെയാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സമാന്തര ശ്രേണിയെ നമുക്ക് ഇതേപോലെ ഒന്നാമത്തെ പദം, രണ്ടാമത്തെ പദം, മൂന്നാമത്തെ പദം x1 x2 x3 എക്സെട്ര xn ഇങ്ങനെ സൂചിപ്പിക്കാം. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടു 4 7 10 13 അല്ലേ. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ പദം എത്രയാണ്? 4. അപ്പോൾ x1 = 4. ഈ ഒന്നാമത്തെ പദത്തിനോട് ഒരു പൊതുവ്യത്യാസം അഥവാ ഈ 3 കൂട്ടിയപ്പോൾ 7 കിട്ടി, രണ്ടാമത്തെ പദം കിട്ടി.
അപ്പോൾ x2 രണ്ടാമത്തെ പദം കിട്ടിയത് എങ്ങനെയാണ്? ഒന്നാമത്തെ പദം പ്ലസ് ഒരു പൊതുവ്യത്യാസം. ഇങ്ങനെയാണ് നമുക്ക് രണ്ടാമത്തെ പദം കിട്ടിയത്. വീണ്ടും ഇതിനോട് വീണ്ടും ഒരു 3 കൂടി കൂട്ടി. അപ്പോൾ നമുക്ക് ഏത് കിട്ടി? മൂന്നാമത്തെ പദം കിട്ടി. നോക്കുക, 4നോട് 3 കൂട്ടിയപ്പോൾ 7 കിട്ടി, 7നോട് 3 വീണ്ടും കൂട്ടിയപ്പോൾ 10 കിട്ടി. അപ്പോൾ മൂന്നാമത്തെ പദം കിട്ടിയത് എങ്ങനെയാണ്? മൂന്നാമത്തെ പദം തേർഡ് ടേം ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് ഒരു പൊതുവ്യത്യാസം കൂട്ടി, വീണ്ടും ഒരു പൊതുവ്യത്യാസം കൂടി കൂട്ടി. അപ്പോൾ ആകെ എത്ര പൊതുവ്യത്യാസം കൂട്ടി? 2 പൊതുവ്യത്യാസം നമ്മൾ കൂട്ടി. അപ്പോൾ x1 പ്ലസ് 2 ഇൻറ്റു ഡി എന്നല്ല. തേർഡ് ടേം ഈസ് ഈക്വൽ ടു x1 പ്ലസ് 2 ഇൻറ്റു ഡി. മൂന്നാമത്തെ പദം സമം ഒന്നാമത്തെ പദം പ്ലസ് 2 ഇൻറ്റു പൊതുവ്യത്യാസം. ഇങ്ങനെ നോക്കാം, വീണ്ടും ഒന്നും കൂടി കൂട്ടാം. ഈ 10നോട് വീണ്ടും 3 കൂട്ടിയപ്പോൾ നമുക്ക് 13, അഥവാ ഇതിൻ്റെ നാലാമത്തെ പദം ഫോർത്ത് ടേം കിട്ടും. ഫോർത്ത് ടേം ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം? ഫോർത്ത് ടേം ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ്, അഥവാ 4 പ്ലസ് ഒരു പൊതുവ്യത്യാസം, വീണ്ടും ഒരു പൊതുവ്യത്യാസം, വീണ്ടും ഒരു പൊതുവ്യത്യാസം. അപ്പോൾ ആകെ 3 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയപ്പോഴാണ് നമുക്കിവിടെ നാലാമത്തെ പദം കിട്ടിയത്. എന്ന് പറഞ്ഞാൽ x4 എന്ന് പറഞ്ഞാൽ ഫോർത്ത് ടേം ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് 3 ഇൻറ്റു കോമൺ ഡിഫറൻസ്. അങ്ങനെ എഴുതാം. ഇത് നോക്കാം, ഫസ്റ്റ് ടേം പ്ലസ് ഒരു കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടേം കിട്ടി. ഫസ്റ്റ് ടേം പ്ലസ് 2 കോമൺ ഡിഫറൻസ് 2 ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു തേർഡ് ടേം കിട്ടി. ഫസ്റ്റ് ടേം പ്ലസ് 3 ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു ഫോർത്ത് ടേം കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു സമാന്തര ശ്രേണിയുടെ അല്ലെങ്കിൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കിട്ടിക്കഴിഞ്ഞാൽ തുടർന്നുള്ള ഏത് പദവും നമ്മൾ കണ്ടെത്താം. കിട്ടി എന്തെങ്കിലും ഐഡിയ കിട്ടിയത് നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ എനിക്കിതിൻ്റെ 10ാമത്തെ ടേം കാണാം, 10th ടേം എങ്ങനെ കണ്ടെത്താം? നോക്കുക, ഫസ്റ്റ് ടേമിൻ്റെ കൂടെ ഒരു ഡി കൂട്ടിയപ്പോൾ സെക്കൻഡ് ടേം കിട്ടും. ഫസ്റ്റ് ടേമിൻ്റെ കൂടെ ഒന്നാമത്തെ പദത്തിൻ്റെ കൂടെ 2 പൊതുവ്യത്യാസങ്ങളിൽ 2d കൂട്ടിയപ്പോൾ മൂന്നാമത്തെ പദം കിട്ടും. ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 3 പൊതുവ്യത്യാസം അല്ലെങ്കിൽ ഫസ്റ്റ് ടേം പ്ലസ് 3d ഈസ് ഈക്വൽ ടു ഫോർത്ത് ടേം കിട്ടും. അപ്പോൾ എങ്ങനെയാണ് 10ാമത്തെ പദം കാണുക? വളരെ സിമ്പിളാണ്. ഫസ്റ്റ് ടേം പ്ലസ് എത്ര ഡി ആണെന്ന് നോക്കിയാൽ മതി. ശ്രദ്ധിക്കുക, അവിടെ നാലാമത്തെ പദം കാണാൻ നമ്മൾ ചെയ്തത് ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 3 പൊതുവ്യത്യാസം കൂട്ടാണ് ചെയ്തത്. അപ്പോൾ 10ാമത്തെ പദം കിട്ടണമെങ്കിൽ എത്ര പൊതുവ്യത്യാസം കൂട്ടണം? നമുക്ക് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫസ്റ്റ് സ്റ്റെപ്പിലാണ് നിൽക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നിൽക്കുന്ന ആള് 10ാമത്തെ സ്റ്റെപ്പിൽ എത്തണമെങ്കിൽ എത്ര സ്റ്റെപ്പ് കയറണം? 9 സ്റ്റെപ്പ് കയറിയാൽ മതി. അതേപോലെ തന്നെയാണ് ഇവിടെ 9 പൊതുവ്യത്യാസം 9 ഇൻറ്റു ഡി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 10ാമത്തെ പദം കണ്ടെത്താം. അപ്പോൾ ഈ സമാന്തര ശ്രേണിയുടെ 10ാമത്തെ പദം എത്ര? ഇതിൽ 10th ടേം എത്രയാണെന്ന് ചോദിച്ചാൽ x10 ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം. ഇതിൻ്റെ ഫസ്റ്റ് ടേം എത്രയാണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് ടേം 4 ആണ്. 4 പ്ലസ് 9 ഇൻറ്റു കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് നമ്മൾ എത്രയാണ്? ഡി ഈസ് ഈക്വൽ ടു 3. അപ്പോൾ 4 പ്ലസ് 9 ഇൻറ്റു 3. ഇത് ചെയ്താൽ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഈ സമാന്തര ശ്രേണിയുടെ ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 10th ടേം അല്ലെങ്കിൽ 10ാമത്തെ പദം കണ്ടെത്താൻ പറ്റും. അപ്പോൾ എത്ര കിട്ടാൻ നോക്കാം? സമം 4 പ്ലസ്, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ക്രിയ എങ്ങനെ ചെയ്യാം? 4 പ്ലസ് 9 ഇൻറ്റു 3. ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, ഒരു ഇൻറ്റു ഉണ്ട്. അപ്പോൾ ഇത് എപ്പോഴും ഇങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കണം. പ്ലസ് ഇൻറ്റു ഡിവൈഡഡ് ബൈ മൈനസ് ഒക്കെ വരുന്ന സമയത്ത് ആദ്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ബോർഡ് മാസ് എന്ന് പറയുന്ന ഒരു ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഇത് സാധാരണ മത്സര പരീക്ഷകളിലൊക്കെ ആവശ്യം വരാറുള്ളതാണ്. ഈ ബ്രാക്കറ്റ് ഓഫ് ഇത് നമുക്ക് ആവശ്യം വരാറില്ല. ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ഇങ്ങനെ ക്രിയകൾ വരുന്ന സമയത്ത് ഈ ഓർഡറിൽ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ആൻസർ തെറ്റായിരിക്കും. അപ്പോൾ ആദ്യം ഡിവിഷൻ ഉണ്ടെങ്കിൽ ആദ്യം ഡിവിഷൻ ചെയ്യാം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. ആ രൂപത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഒരു ഡിവിഷൻ ഒന്നുമില്ല, പ്ലസും മൾട്ടിപ്ലിക്കേഷനുമാണ് ഉള്ളത്. അപ്പോൾ ആദ്യം അത് ചെയ്യണം. അപ്പോൾ ആദ്യം ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ അഡീഷൻ ചെയ്യാൻ പാടുള്ളൂ. അതാവുമ്പോൾ ആദ്യം ഈ 4 താഴെ ഇറക്കി എഴുതുക. 9 ഇൻറ്റു 3 എത്രയാണ്? 27 is equal to 4 plus 27 is equal to 31. ഈ സമാന്തര ശ്രേണി നമ്മൾ ഇതിൻ്റെ 10 പദങ്ങൾ തുടർച്ചയായി ഇങ്ങനെ എഴുതി പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പദം 31 ആയി. 10ാമത്തെ പദം അല്ലെങ്കിൽ 10th ടേം is equal to 31 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? സിമ്പിളാണ്, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഈ ഒരു ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു സമാന്തര ശ്രേണിയുടെ തുടർന്നുള്ള ഏത് പദവും നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇനിയിപ്പോൾ 100ാമത്തെ പദം, ഈ സമാന്തര ശ്രേണിയുടെ 100ാമത്തെ പദം കാണണമെങ്കിൽ അല്ലെങ്കിൽ x100 is equal to എങ്ങനെ കാണും? നോക്കുക, x1 പ്ലസ് ഫസ്റ്റ് ടേം പ്ലസ്
എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? ഓക്കെ, 99 കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ നമുക്ക് 100ാമത്തെ പദം കണ്ടെത്താം. അപ്പോൾ ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു 4 പ്ലസ് 99 ഇൻറ്റു 3. അപ്പോൾ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞു ഇത് രണ്ടും കൂടി ആദ്യം ഗുണിക്കുക, 4 അതേപോലെ എഴുതുക. 4 പ്ലസ് 99 ഇൻറ്റു 3 എത്ര എഴുതുക? 3 ഇൻറ്റു 9 27, ബാക്കി 2, 27 പ്ലസ് 2 29, 297 297. അപ്പോൾ 4 പ്ലസ് 297 എത്ര കിട്ടും? 301. ഈ സമാന്തര ശ്രേണി വലിയ അരിത്തമെറ്റിക് സീക്വൻസ് നമ്മൾ ഇങ്ങനെ തുടർച്ചയായി എഴുതി 100 പദങ്ങൾ വരെ എഴുതി നോക്കിയാൽ നമുക്ക് 100ാമത് കിട്ടുന്ന പദം 301. ഇത് ഉപയോഗിച്ച് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നമുക്കൊരു സമാന്തര ശ്രേണിയുടെ ഫസ്റ്റത്തെ പദം അല്ലെങ്കിൽ ആദ്യത്തെ പദവും അതിൻ്റെ പൊതുവ്യത്യാസവും കിട്ടിക്കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന ഏത് പദവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ പറ്റും. ഓക്കെ അല്ലേ? ഇതിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. xn ഈസ് ഈക്വൽ ടു നമ്മളോട് പറഞ്ഞു x2 ഈസ് ഈക്വൽ ടു x1 പ്ലസ് d, x3 ഈസ് ഈക്വൽ ടു x1 പ്ലസ് 2d, x4 ഈസ് ഈക്വൽ ടു x1 പ്ലസ് 3d. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ xn ഈസ് ഈക്വൽ ടു ഇവിടെ nth ടേം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നതാണ് xn എന്നുള്ളത് nth ടേം. അത് ചിലപ്പോൾ 10ാമത്തതായിരിക്കാം, ചിലപ്പോൾ 50ാമത്തായിരിക്കാം, ചിലപ്പോൾ 100ാമത്തൊക്കെ ആയിരിക്കാം. അതിന് ജനറൽ ആയിട്ട് കൊടുക്കുന്നതാണ് xn. അപ്പോൾ ഇവിടെ xn ഈസ് ഈക്വൽ ടു x1. ഇതിനൊരു മാറ്റമില്ല. ഇവിടെ ഒക്കെ നോക്കാം, ഇവിടെ x1 ആണ്, ഇവിടെ x1 ആണ്, എല്ലായിടത്ത് കൂട്ടുന്നത് x1നോടാണ്, മാറുന്നില്ല. പിന്നെ മാറുന്നതാണ് ഇവിടെ സെക്കൻഡ് ടേം ആണെങ്കിൽ 1d കൂട്ടി, തേർഡ് ടേം ആണെങ്കിൽ 2d 2d, ഫോർത്ത് ടേം ആണെങ്കിൽ 3d, അങ്ങനെയാണ് വരുന്നത്. 10th ടേം ആണെങ്കിൽ 9d. അപ്പം അങ്ങനെയാണെങ്കിൽ nth ടേം കാണണമെങ്കിൽ എങ്ങനെ എഴുതാം? x1 പ്ലസ് നോക്കുക 3 ആണെങ്കിൽ 2, 4 ആണെങ്കിൽ 3, 10 ആണെങ്കിൽ 9. ഈ രൂപത്തിൽ വരികയാണെങ്കിൽ x1 പ്ലസ് xn ഈസ് ഈക്വൽ ടു x1 പ്ലസ് n മൈനസ് 1. ഇവിടുത്തെ നമ്പർ എത്രയാണോ അതിനൊന്ന് മൈനസ് ചെയ്താൽ മതി. n മൈനസ് 1 ഇൻറ്റു d എഴുതാൻ പറ്റും. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ഒരു സമാന്തര ശ്രേണിയുടെ ഏത് പദം ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കിട്ടിക്കഴിഞ്ഞാൽ ഏത് പദവും നമുക്ക് കണ്ടെത്താം. ഇക്വേഷന് അത്ര വലിയ പ്രാധാന്യം ഇത് കാണാതെ പഠിക്കണമെന്നില്ല. കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പദങ്ങൾ കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഞാനൊരു സമാന്തര ശ്രേണി എഴുതാം. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് 2 9 16 23 എക്സെട്ര 2 9 16 23 എക്സെട്ര. സമാന്തര ശ്രേണി എന്ന് ചെക്ക് ചെയ്യാം. 2നോട് 7 കൂട്ടിയാൽ 9 കിട്ടും, 9നോട് 7 കൂട്ടിയാൽ 16 കിട്ടും, 16നോട് 7 കൂട്ടിയാൽ 23. ശരിയല്ലേ? ഇതൊരു സമാന്തര ശ്രേണിയാണ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. നമ്മൾ ചോദിക്കുകയാണ് ഫൈൻഡ് 100th ടേം ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ്. ഈ സമാന്തര ശ്രേണിയുടെ 100ാമത്തെ പദം കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്താം? നമ്മൾ നേരത്തെ പറഞ്ഞു 100ാമത്തെ പദം ആണ് കണ്ടെത്തേണ്ടത്. x100 ഈസ് ഈക്വൽ ടു ഇതിന്റെ ഫസ്റ്റ് ടേം എത്രയാണ്? 1ാമത്തെ പദം എത്രയാണ്? 2 ആണ്. x1 ഈസ് ഈക്വൽ ടു 2. ഇതിന്റെ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് എത്രയാണ്? d ഈസ് ഈക്വൽ ടു നമുക്ക് അവിടെ എത്രയാണ് കൂട്ടുന്നത്? 2നോട് 7 കൂട്ടി, 9നോട് 7 കൂട്ടി, 16നോട് 7 കൂട്ടി, അങ്ങനെ 7 ആണ് കൂട്ടി പോകുന്നത്. അപ്പോൾ ഇതിന്റെ പൊതുവ്യത്യാസം 7 എന്ന് വരുന്നത്. ഇതിന്റെ 100ാമത്തെ പദം എങ്ങനെ കണ്ടെത്താൻ പറ്റും? നമ്മൾ പറഞ്ഞ 100ാമത്തെ പദം കാണണമെങ്കിൽ നമ്മൾ ഏത് പദവും നമുക്ക് ഫസ്റ്റ് ടേമിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. ഫസ്റ്റ് ടേം പ്ലസ് 100ാമത്തെ പദം 100th ടേം ആണ് കാണേണ്ടത്. എത്ര പൊതുവ്യത്യാസം കൂട്ടണം അല്ലെങ്കിൽ എത്ര സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് പോകണം? എത്ര പോകണം? ഇവിടെ 1 ആണ്, ഫസ്റ്റ് ടേം എന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഇനി 100 ആവണമെങ്കിൽ നമുക്കറിയാം 99d 99 ഇൻറ്റു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ സ്ഥാനത്ത് നമ്മൾ 2 പ്ലസ് 99 ഇൻറ്റു കോമൺ ഡിഫറൻസ് നമ്മൾ പറഞ്ഞു 7. ശ്രദ്ധിക്കാൻ ഞാൻ പറഞ്ഞു, ഇത് പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, എപ്പോഴും തെറ്റിക്കുന്നതാണ്. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഈ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ എഴുതിയാൽ നോക്കാം. 2 പ്ലസ് 99 101 ഇൻറ്റു 7 കേട്ടോ 707. ഇത് ശരിയാണ് അല്ല? ഇത് ആൻസർ തെറ്റാണ്. ഞാൻ പറഞ്ഞു ഈ ക്രിയ വരുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കണം, ആദ്യം ഇത് രണ്ടും കൂടി ഗുണിക്കണം. 99 7 കൂടി ഗുണിക്കുക, എന്നിട്ട് കിട്ടുന്ന ഉത്തരത്തിനോടാണ് 2 കൂട്ടേണ്ടത്. നോക്കാം, 2 അതേപോലെ എഴുതാം. 2 പ്ലസ് 99 ഇൻറ്റു 7 ഇൻറ്റു 9 63
66, 63 6 69 അല്ലേ? അപ്പോൾ 693 ആഡ് ചെയ്താൽ 695 എന്ന് കിട്ടും. ശ്രദ്ധിക്കുക, ഇത് ആൻസർ തെറ്റാണ്, അങ്ങനെ ചെയ്യരുത്, പലപ്പോഴും ചെയ്യുന്നതാണ്. വളരെ ശ്രദ്ധിക്കുക, ഇതിൽ ആദ്യം ഇത് രണ്ടും കൂടി ഗുണിച്ചതിന് ശേഷം മാത്രം കൂട്ടാം. ക്ലിയർ അല്ലേ? അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കാം, വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാം, ഒരു അരിത്മെറ്റിക് സീക്വൻസ് 2 9 16 20. മറ്റൊരു പ്രത്യേകത, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്, ഇതിൻ്റെ അടുത്തടുത്തുള്ള ഏതെങ്കിലും ഒരു 3 ടേംസ് എടുത്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ 3 ടേംസ്, ആദ്യത്തെ 3 പദങ്ങൾ എടുക്കാം. ഫസ്റ്റ് ടേം 2, സെക്കൻഡ് ടേം 9, തേർഡ് ടേം 16. ഈ 2 പദങ്ങൾ 2ഉം 16ഉം കൂട്ടിയാൽ എത്രയാണ്? 18. 18ൻ്റെ പകുതി 9 എന്നാൽ ഈ ആദ്യത്തെ 3 പദങ്ങൾ എടുത്തപ്പോൾ ഈ 2 അറ്റത്തുള്ള പദങ്ങളുടെ തുകയുടെ പകുതിയാണ് സെക്കൻഡ് ടേം എന്ന് പറയുന്നത്. എന്നാൽ മിഡിൽ ടേം ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് സം ഓഫ് ദ എൻഡ് ടേംസ്. എവിടെ നോക്കിയാൽ ഇപ്പം നോക്കാം, ഈ അടുത്ത 3 ടേംസ് എടുക്കുക, 9, 16, 23, 9, 16, 23 നോക്കുക. 9 + 23 is equal to 32 എന്ന് കിട്ടും. 32/2 is equal to 16. ഈ ഒരു പ്രത്യേകത നമ്മൾ ഏതൊരു സമാന്തര ശ്രേണിയിലെയും ഏതൊരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെയും അടുത്തടുത്തുള്ള 3 ടേംസ് എവിടെ നോക്കിയാലും നമുക്ക് ഈ ചെക്ക് ചെയ്താലും ഈ ഒരു പ്രത്യേകത കണ്ടെത്താൻ പറ്റും. ഒരു എക്സാമ്പിൾ കൂടി പറയാം. അപ്പോൾ 4, 10, 16, 22, 28 etc. നോക്കാം. ഫസ്റ്റ് 3 ടേംസ് 4 + 16 എത്രയാണ്? 20 എന്ന് കിട്ടും. 20/2 is equal to 10. അതേപോലെ 10 + 22 ഈ 3 എടുക്കുമ്പോൾ 10 + 22 32/2 32/2 is equal to 16. ഇത് നമ്മൾ സ്വന്തമായിട്ട് കുറച്ച് സമാന്തര ശ്രേണികൾ എഴുതിയിട്ട് ഈ പ്രത്യേകത ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് പറയാം എ ബി സി ഇത് ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ 3 പദങ്ങളാണെങ്കിൽ if A, B, C are consecutive terms of an arithmetic sequence, then B is equal to എങ്ങനെ എഴുതാൻ പറ്റും? B സമം A + C/2 എന്ന് എഴുതാം. B is equal to A + C/2. എന്നാൽ B എന്ന് പറയുന്നത് എയുടെയും സിയുടെയും തുകയുടെ പകുതിയായിരിക്കും. B is equal to A + C/2. ഓക്കെ, അപ്പോൾ നോക്കാം. ഞാനൊരു സമാന്തര ശ്രേണി ഇവിടെ എഴുതുന്നുണ്ട്. ഇതൊരു സമാന്തര ശ്രേണിയാണ്, ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിൽ ഈ സെക്കൻഡ് ടേം, ഈ മിഡിൽ ടേം എത്ര ആയിരിക്കും? പറയാൻ ഒന്ന് ശ്രമിച്ച് നോക്കാം. 5 കഴിഞ്ഞാൽ അടുത്ത പദം എത്രയാണെന്ന് ഇവിടെ തന്നിട്ടില്ല. 3ാമത്തെ പദം 23 ആണ്. തേർഡ് ടേം ഈസ് 23. അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെ ഏത് സംഖ്യ എഴുതിയാലാണ് ഇതൊരു സമാന്തര ശ്രേണി അല്ലെങ്കിൽ ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആവുക എന്ന് നോക്കാം. നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറയുന്നത് സമാന്തര ശ്രേണി ആണെങ്കിൽ, ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിൽ ഈ നടുവത്തെ സംഖ്യ അല്ലെങ്കിൽ മിഡിൽ ടേം എന്ന് പറയുന്നത് ഈ 2 അറ്റത്തുള്ള പദങ്ങളുടെ തുകയുടെ പകുതി ആയിരിക്കണം. അപ്പോൾ ഈ 2 ടേംസിന്റെ സമ്മിന്റെ ഹാഫ് എന്നാൽ 5 + 23 എത്രയാണ്? 5 + 23 is equal to 28/2. 28/2 is equal to 14 എന്ന് നോക്കാം. അപ്പോൾ ഈ മിഡിൽ ടേം എന്തായിരിക്കും? 14 ആയിരിക്കും. ഇവിടെ 14 അല്ലാത്ത വേറെ ഏതെങ്കിലും നമ്പർ നിങ്ങൾ ക്ഷമിച്ചു നോക്കുക. 14 അല്ലാത്ത ഏതെങ്കിലും സംഖ്യ ഇവിടെ കൊടുത്തിട്ട് ഇതിനെ ഒരു സമാന്തര ശ്രേണിയാക്കാൻ പറ്റുമോ നോക്കാം. ചെയ്ത് നോക്കാം. കഴിയില്ല. ഇവിടെ ഇത് സമാന്തര ശ്രേണിയിൽ ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആവണമെങ്കിൽ ഈ മിഡിൽ ടേം എന്തായിരിക്കണം? 14 ആയിരിക്കണം. ശരിയല്ലേ? നോക്കാം. 5നോട് എത്ര കൂട്ടിയാലാണ് 14 കിട്ടുക? 5നോട് 9 കൂട്ടിയാൽ 14 കിട്ടും. വീണ്ടും 14നോട് വീണ്ടും 9 കൂട്ടിയാൽ 23 കിട്ടും. അപ്പോൾ ഇതൊരു സമാന്തര ശ്രേണി ആവണമെങ്കിൽ അല്ലെങ്കിൽ ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആവണമെങ്കിൽ ഈ ടേം തീർച്ചയായിട്ടും എത്ര ആയിരിക്കണം? 14 ആയിരിക്കണം. = 14. ഓക്കെ, ഒന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കാം. 7, 11, 19. ഈ വിട്ടുപോയ പദം എത്രയാണ്? ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ആൻസർ കിട്ടിയോ? നോക്കുക.
ഇതേപോലെ നമ്മൾ പറഞ്ഞു ഇത് ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ സമാന്തര ശ്രേണി ആവണമെങ്കിൽ ഇവിടെ ഈ 3 ടേംസ് എടുക്കുമ്പോൾ ഇതിന്റെ രണ്ടിന്റെയും അറ്റത്തുള്ള ഈ രണ്ട് അറ്റത്തുള്ള പദങ്ങളുടെ തുകയുടെ പകുതി ഇവിടെ വരണം. അപ്പോൾ ഇവിടെ 11 + 19 എത്ര കിട്ടാം? 11 + 19 നമുക്കറിയാം 30. 30ന്റെ പകുതി എത്ര കിട്ടാം? 15. അപ്പോൾ ഇവിടെ വരുന്ന പദം 15. അപ്പോൾ 7, 11, 15, 19, 7, 11, 15, 19. ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആയിരിക്കും, സമാന്തര ശ്രേണിയാണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഈ ഒരു പോയിന്റും കൂടി ഫൈവ് 9 13 17 5 9 13 17 എക്സെട്ര. ഇതൊരു സമാന്തര ശ്രേണിയാണ് അല്ലേ? ഇതിന്റെ പൊതു വ്യത്യാസം എത്രയാണ്? കോമൺ ഡിഫറൻസ് നമുക്കറിയാം. 5നോട് ഇവിടെ കൂട്ടിയിട്ടുള്ളത് 4 ആണ്. വീണ്ടും 9നോട് 4 കൂട്ടി, 13നോട് 4 കൂട്ടി. ഇപ്പോൾ പൊതു വ്യത്യാസം 4 ആണ്. ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു 5. മൂന്നാമത്തെ പദം 5. നമ്മൾ പറഞ്ഞിട്ട് ഒരു സമാന്തര ശ്രേണിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്, അടുത്തടുത്തുള്ള പദങ്ങളുടെ വ്യത്യാസം എപ്പോഴും ഒരേ സംഖ്യ തന്നെയായിരിക്കും. അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. അതിനാണ് നമ്മൾ പൊതു വ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തടുത്തുള്ള പദങ്ങളല്ലാത്ത ഏതെങ്കിലും രണ്ട് പദങ്ങൾ എടുത്ത് കുറച്ച് നോക്കുക. അപ്പോൾ നോക്കുക, 13 5 കുറച്ചാൽ 13 - 5 എത്രയാണ്? 13 - 5 എന്ന് പറഞ്ഞാൽ അതിന്റെ തേർഡ് ടേം, മൂന്നാമത്തെ പദത്തിൽ നിന്ന് ഫസ്റ്റ് ടേം കുറക്കുക. ഇവിടെ ആൻസർ എത്രയാണ്? 13 - 5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 8. പിന്നെ 17 - 5 ഫോർത്ത് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ച് നോക്കുക. എത്ര കിട്ടാം? 17 - 5 എത്രയാണ്? 12. ഇങ്ങനെ നമ്മൾ ഇതിന്റെ ഏത് അടുത്തടുത്തല്ലാത്ത എവിടെ കിടക്കുന്ന പദങ്ങളായാലും ശരി, ഏത് രണ്ട് പദങ്ങളെടുത്ത് കുറച്ചാലും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഇപ്പൊ നോക്കുക, 4, 8, 12. ഇനി അടുത്തതാണെങ്കിൽ 16, 20 അങ്ങനെ പോകും. 4, 8, 12, 20 എക്സെട്ര. ഇതേപോലുള്ള സംഖ്യകളെ കിട്ടുള്ളൂ. സമാന്തര ശ്രേണിയുടെ ഏത് രണ്ട് പദങ്ങൾ കുറച്ചാലും കിട്ടുന്ന വ്യത്യാസം, ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ 4 അല്ലെങ്കിൽ 8, 12, 16, 20 ഇങ്ങനെ നമ്പറായി. ഈ നമ്പേഴ്സ് ഏതാണ്? നമുക്കറിയാം 4, 8, 12, 16, 20 എക്സെട്ര. എന്താണ്? 4ന്റെ ഗുണിതങ്ങൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ് ഓഫ് 4 എന്ന് പറയും. അപ്പോൾ ഒരു സമാന്തര ശ്രേണിയുടെ അടുത്തടുത്തുള്ള പദങ്ങളായാലും ശരി, അതല്ലാത്ത ഏത് പദങ്ങളെടുത്ത് കുറച്ചാലും കിട്ടുന്ന വ്യത്യാസം എന്താണ്? അത് ആ പൊതു വ്യത്യാസത്തിന്റെ ഒരു ഗുണിതമായിരിക്കും. എപ്പോഴും മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ് ആയിരിക്കും. അല്ലാത്ത ഒരു സംഖ്യ ഒരിക്കലും ഈ സമാന്തര ശ്രേണിയുടെ രണ്ട് പദങ്ങൾ തമ്മിൽ കുറച്ചാൽ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അതും പരീക്ഷ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നോക്കാം, ഈ സമാന്തര ശ്രേണിയുടെ അല്ലെങ്കിൽ ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഏതെങ്കിലും രണ്ട് പദങ്ങൾ കുറച്ചാൽ ആൻസർ 25 കിട്ടും. പരീക്ഷ ചോദിക്കാറുള്ളതാണ്. Can 25 be the difference of any two terms of the arithmetic sequence 5, 9, 13, 17, etc. ഇതിന്റെ ഏതെങ്കിലും രണ്ട് പദങ്ങളുടെ വ്യത്യാസം 25 ആകും. നമ്മൾ പറഞ്ഞു, വ്യത്യാസം ഏത് രണ്ട് പദങ്ങളുടെയും വ്യത്യാസം എപ്പോഴും എന്തായിരിക്കും? പൊതുവ്യത്യാസത്തിന്റെ ഗുണിതം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ 25 ഇതിലെ ഏതെങ്കിലും രണ്ട് പദങ്ങളുടെ വ്യത്യാസമാവണമെങ്കിൽ ഈ 25 എന്താവണം? പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമാവണം അല്ലേ? കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആവണം. കോമൺ ഡിഫറൻസ് 4 അല്ലേ? 25 4ന്റെ മൾട്ടിപ്പിൾ ആണോ? 25 4ന്റെ ഗുണിതമാണോ? അല്ല. നമുക്കറിയാം 4ന്റെ മൾട്ടിപ്പിൾസ് 4ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ 4, 8, 12, 16, 20, 24 കഴിഞ്ഞാൽ 28 വരെ. അപ്പോൾ 25 എന്തല്ല? 4ന്റെ ഗുണിതമല്ല, 4ന്റെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് ഒരിക്കലും ഈ സമാന്തര ശ്രേണിയിലെ രണ്ട് പദങ്ങളുടെ വ്യത്യാസമായിട്ട് ഒരിക്കലും നമുക്ക് 25 എഴുതാൻ കഴിയും, കണ്ടെത്താൻ കഴിയും. ഓക്കെ, ചോദ്യം 1, 10, 19, 28 എക്സെട്ര. ഈ സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും രണ്ട് പദങ്ങളുടെ വ്യത്യാസം 70 ആകുന്നു. Can 70 be the difference of any two consecutive terms of the arithmetic sequence 1, 10, 19, 28 etc. നോക്കാം, ഇതിന്റെ പൊതു വ്യത്യാസം എത്രയാണ്? 1, 10, 19, 28 അല്ലേ? എത്രയാണ് പൊതു വ്യത്യാസം വരിക? 1നോട് എത്ര കൂട്ടി? 9 കൂട്ടി. 10നോട് വീണ്ടും 9 കൂട്ടി. 19നോട് വീണ്ടും 9. അപ്പോൾ ഇതിന്റെ പൊതു വ്യത്യാസം നമുക്കറിയാം
കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 9. അപ്പോൾ ഇതിലുള്ള രണ്ട് പദങ്ങൾ കുറച്ചാൽ, ഏതെങ്കിലും രണ്ട് പദങ്ങൾ കുറച്ചാൽ 70 കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഡിഫറൻസ് 70 കിട്ടണമെങ്കിൽ ഈ 70 9ന്റെ ഗുണിതം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 9 ആവാം. 70 9ന്റെ ഗുണിതമാണ്. 9ന്റെ ഗുണന പട്ടിക ചൊല്ലി നോക്കാം. നോക്കുക, 9 നമുക്കറിയാം 18, പിന്നെ 27, 36, 45, 54, പിന്നെ എത്രയാണ് 63, 72 അല്ലേ? അപ്പോൾ 63 കഴിഞ്ഞാൽ 72. അപ്പോൾ 70 എന്തല്ല? 9ന്റെ ഒരു ഗുണിതം അല്ല. നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 9. Therefore 9 cannot be the difference of any two terms of the arithmetic sequence. ഈ സമാന്തര ശ്രേണിയുടെ ഏത് രണ്ട് പദങ്ങൾ കുറച്ചാലും ആൻസർ എന്ത് കിട്ടൂല? 70 അല്ലെങ്കിൽ 70 എന്ന് കിട്ടൂല. ഉറപ്പല്ലേ? ഓക്കെ. നമ്മൾ പറഞ്ഞു ഒരു സമാന്തര ശ്രേണിയുടെ ഏത് രണ്ട് പദങ്ങൾ കുറച്ചാലും കിട്ടുന്നത് പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമാണ്. നമ്മൾ ആദ്യം പറഞ്ഞു ഇതിന്റെ ടേംസിനെ, പദങ്ങളെ നമ്മൾ സാധാരണ x1, x2, x3, x4 ഇങ്ങനെ എഴുതാം. ഫസ്റ്റ് ടേം 5, സെക്കൻഡ് ടേം 9, തേർഡ് ടേം മൂന്നാമത്തെ പദം 13, നാലാമത്തെ പദം 17 ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഓരോ പദങ്ങൾക്കും ഓരോ സ്ഥാനം ഉണ്ടായിരിക്കും. ഇപ്പോൾ 5 എന്ന് പറയുന്നതിൽ ഒന്നാമത്തെ പദമാണ്, അപ്പോൾ അതിൻ്റെ സ്ഥാനമാണ് 1. ഓരോ ടേംസിനും ഓരോ പൊസിഷൻ ഉണ്ട്. ഇവിടെ നോക്കുക, 13 എന്ന് പറയുന്നത് ഈ ശ്രേണിയുടെ ഈ സീക്വൻസിന്റെ തേർഡ് ടേമാണ്, അതിന്റെ സ്ഥാനമാണ് 13. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ 17 5 കുറച്ചാൽ, അല്ലെങ്കിൽ നാലാമത്തെ പദത്തിൽ നിന്ന് ഫോർത്ത് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ നമുക്ക് കിട്ടിയത് 12. 12 എന്ന് പറയുന്നത് 3 ഇൻറ്റു കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ ഫോർത്ത് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ കിട്ടുന്നത് 3 ഇൻറ്റു ഡി ആണ്. അപ്പോൾ ഈ സമാന്തര ശ്രേണി അരിത്തമെറ്റിക് സീക്വൻസിന്റെ നാലാമത്തെ പദവും ഒന്നാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 3 ഇൻറ്റു ഡി. ഇനി ഇതിന്റെ 10ാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറച്ചാൽ എത്ര പദ വ്യത്യാസമായിരുന്നു കിട്ടുക? പറയാൻ പറ്റും. ഈ ഡിഫറൻസ്, ഈ പൊസിഷന്റെ ഡിഫറൻസ് നോക്കിയാൽ മതി. ഇവിടെ 4 1 വന്നുകൊണ്ടാണ് ഇവിടെ 3 വന്നത്. അപ്പോൾ 10ാമത്തെ പദത്തിൽ നിന്ന് 10th ടേമിൽ നിന്ന് സെക്കൻഡ് ടേം മൈനസ് ചെയ്താൽ കിട്ടുന്നത് എത്ര പൊതു വ്യത്യാസമായിരിക്കും? എത്ര കോമൺ ഡിഫറൻസ് ആയിരിക്കും? 10 2. പൊസിഷന്റെ ഡിഫറൻസ് നോക്കി, ഇവിടെ പൊസിഷൻ ഡിഫറൻസ് എത്രയാണ്? 8 ആണ്. 8 ഇൻറ്റു ഡി. ഇപ്പോൾ 10ാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറച്ചാൽ ഇവിടെ 8 ഇൻറ്റു കോമൺ ഡിഫറൻസ് ആയിരിക്കും, 8 ഇൻറ്റു 4. ഇങ്ങനെ നമുക്ക് പറയാം ഒരു സമാന്തര ശ്രേണിയിലെ ഏത് രണ്ട് പദങ്ങളുടെയും വ്യത്യാസം അല്ലെങ്കിൽ ടേം ഡിഫറൻസ് എന്ന് പറയുന്നത്, നോട്ട് ചെയ്ത് വെക്കുക, ടേം ഡിഫറൻസ് ഈസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു ഡി ആയിരിക്കും. പൊതുവ്യത്യാസം ഇൻറ്റു പൊതുവ്യത്യാസം. ഏത് രണ്ട് പദങ്ങളുടെയും വ്യത്യാസം എന്ന് പറയുന്നത്, സമാന്തര ശ്രേണിയിലെ ഏത് രണ്ട് പദങ്ങളുടെയും വ്യത്യാസം എന്ന് പറയുന്നത് ആ പദങ്ങളുടെ പൊസിഷൻ ഡിഫറൻസ്, പദസ്ഥാനങ്ങളുടെ വ്യത്യാസം ഇൻറ്റു പൊതുവ്യത്യാസമായിരിക്കും. അല്ലെങ്കിൽ പദവ്യത്യാസം സമം സ്ഥാനവ്യത്യാസം ഇൻറ്റു പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. പദവ്യത്യാസം സമം സ്ഥാനവ്യത്യാസം ഇൻറ്റു പൊതുവ്യത്യാസം. ടേം ഡിഫറൻസ് ഈസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു ഡി. ഇതിൽ നിന്ന് നമുക്ക് പൊതുവ്യത്യാസം കണ്ടെത്താൻ, ഒരു സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ നമുക്ക് ഇതിനുണ്ടാകാം. ഈ ഡി ഇവിടെ നിർത്തിയിട്ട് ഈ ഇൻറ്റു പൊസിഷൻ ഡിഫറൻസിനോട് കൊണ്ടുവരുമ്പോൾ എന്താ കിട്ടുക? അപ്പോൾ നമുക്ക് ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഡി ഈസ് ഈക്വൽ ടു പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സമാന്തര ശ്രേണിയുടെ ഏത് രണ്ട് പദങ്ങളുടെയും വ്യത്യാസം എന്ന് പറയുന്നത് അതിൻ്റെ സ്ഥാനങ്ങളുടെ വ്യത്യാസത്തിനെ പൊതുവ്യത്യാസം കൊണ്ട് ഗുണിച്ചതിന് തുല്യമായിരിക്കും. അല്ലെങ്കിൽ ടേം ഡിഫറൻസ് ഈസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു ഡി എന്ന് എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് ഡി കണ്ടെത്താൻ അല്ലെങ്കിൽ പൊതുവ്യത്യാസം കണ്ടെത്താനുള്ള ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. നമ്മൾ ചോദ്യം എങ്ങനെ വരുന്നത് നോക്കാം. നമ്മൾ ചോദിക്കുകയാണ് ഒരു സമാന്തര ശ്രേണിയിലെ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫോർത്ത് ടേം 15 ആണ്. 12th ടേം ഈസ് ഈക്വൽ ടു 63. ഒരു സമാന്തര ശ്രേണിയുടെ നാലാമത്തെ പദം 15. ഫോർത്ത് ടേം ഈസ് ഈക്വൽ ടു 15. 12th ടേം ഈസ് ഈക്വൽ ടു 63. ഇതിന്റെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കണ്ടെത്തണം. എന്നിട്ട് ആ സമാന്തര ശ്രേണി ഏതാണെന്ന്
കണ്ടെത്തണം. ശ്രദ്ധിക്കാം, നമ്മൾ അവരോട് രണ്ട് ടേംസ് തന്നിട്ടുണ്ട്. നാലാമത്തെ പദം 12ാമത്തെ പദം, ഫോർത്ത് ടേം 12th ടേം. ഇതൊന്നും എങ്ങനെയാണ് പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് കണ്ടത്? ഇത് അടുത്തടുത്തുള്ള പദങ്ങളാണ്, നമുക്കറിയാം, പെട്ടെന്ന് കുറച്ച് നോക്കിയാൽ മതി. പക്ഷേ ഇത് അടുത്ത നാലാമത്തെ കഴിഞ്ഞിട്ട് പിന്നെ തന്നുള്ള എത്രാമത്താണ്? 12ാമത്തെ പദം, 12th ടേം. അപ്പോൾ എങ്ങനെയാണ് ഈ രണ്ട് പദങ്ങളിൽ നിന്ന് കോമൺ ഡിഫറൻസ് കണ്ടത്, പൊതുവ്യത്യാസം കണ്ടത്? ശ്രദ്ധിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പൊതുവ്യത്യാസം. കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു, നമ്മൾ പറഞ്ഞു പദവ്യത്യാസത്തിനെ എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? സ്ഥാന വ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ മതി. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അപ്പോൾ ഇവിടെ ടേം ഡിഫറൻസ് എന്ന് പറയുമ്പോൾ രണ്ട് ടേംസ്, ഇവിടെ ഒന്ന് 15 ആണ്, ഒന്ന് 63 ആണ്. അപ്പോൾ 63 മൈനസ് 15 ഡിവൈഡഡ് ബൈ ഇതിൻ്റെ പൊസിഷൻ ഡിഫറൻസ്, ഈ രണ്ട് പദങ്ങളുടെ സ്ഥാനങ്ങളുടെ വ്യത്യാസം. ഇവിടെ സ്ഥാനങ്ങൾ നമുക്കറിയാം 12 മൈനസ് 4 ഇസ് ഈക്വൽ ടു 63 എന്ന് 15 കൊടുക്കുക. കേട്ടോ, 63 മൈനസ് 15 കേട്ടോ, 63 മൈനസ് 15 8 48. 48 ഡിവൈഡഡ് ബൈ 12 മൈനസ് 4 8. 48 ബൈ 8 48 ബൈ 8 കേട്ടോ 6 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ പൊതുവ്യത്യാസം എത്രയാണ്? 6. കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 6. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നമുക്ക് ആ സീക്വൻസ് ഏതാണെന്ന് എഴുതി നോക്കാം. ഇങ്ങനെ സീക്വൻസ് എഴുതണമെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഫസ്റ്റ് ടേം അറിയണം, അല്ലേ? ഫസ്റ്റ് ടേം എങ്ങനെയാണ് കണ്ടെത്താം? ഫസ്റ്റ് ടേം കണ്ടെത്താൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഫോർത്ത് ടേം അറിയാം, കോമൺ ഡിഫറൻസും അറിയാം. അപ്പോൾ നമുക്ക് കണ്ടെത്തേണ്ടത് ഫസ്റ്റ് ടേമാണ്. ഫോർത്ത് ടേമിൽ നിന്നിൻ്റെ അവിടെ നിന്ന് ഫസ്റ്റ് ടേം കണ്ടെത്തണമെങ്കിൽ കോമൺ ഡിഫറൻസ് കൂട്ടുകയാണോ ചെയ്യേണ്ടത്, കുറക്കുകയാണോ ചെയ്യുന്നത്? നമ്മളിപ്പോൾ നിൽക്കുന്നത് ശ്രദ്ധിക്കുക, നാലാമത്തെ സ്റ്റെപ്പിൽ നിൽക്കുന്ന ആൾക്ക് ഒന്നാമത്തെ സ്റ്റെപ്പിലേക്ക് വരണമെങ്കിൽ മുകളിലേക്ക് താഴേക്കല്ലേ വരേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നോക്കുക, ഫോർത്ത് ടേമിൽ നിന്ന് ഫസ്റ്റ് ടൈമിലേക്ക് വരണമെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യണം? കൂട്ടല്ല ചെയ്യുക, പകരം കുറക്കുക. അപ്പോൾ ഫോർത്ത് ടേം മൈനസ് എത്ര പൊതുവ്യത്യാസം, എത്ര കോമൺ ഡിഫറൻസ് കുറക്കേണ്ടി വരും? നാലാമത്തെ സ്റ്റെപ്പിൽ നിന്ന് ഫസ്റ്റ് സ്റ്റെപ്പിൽ എത്തണമെങ്കിൽ എത്ര സ്റ്റെപ്പ് ഇറങ്ങണം നോക്കുക? 3 സ്റ്റെപ്പ് ഇറങ്ങിയാൽ പോലെ. അപ്പോൾ 3 കോമൺ ഡിഫറൻസ് ഇവിടെ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ x4 മൈനസ് 3 ഇൻറ്റു ഡി. അപ്പോൾ x4 15 മൈനസ് 3 ഇൻറ്റു 6. 15 മൈനസ് 3 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 18. 15 മൈനസ് 18 എന്ന് കിട്ടും. 15 മൈനസ് 18 എത്രയാണ്? ഒരു ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ആൻസർ നെഗറ്റീവ് അറിയാം. 15 മൈനസ് 18 ഇസ് ഈക്വൽ ടു മൈനസ് 3. അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ അതോ നാലാമത്തെ പദം 15ഉം 12ാമത്തെ പദം 63ഉം ആണെങ്കിൽ ഫസ്റ്റ് ടേം മൈനസ് 3 ആണ്. കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടെത്തി 6 ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം മൈനസ് 3 ആണ്. കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം 6 ആണെങ്കിൽ അടുത്ത ടേം എത്രയാണ്? മൈനസ് 3നോട് 6 കൂട്ടുക. മൈനസ് 3 പ്ലസ് 6 എത്രയാണ്? മൈനസ് 3 പ്ലസ് 6 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും ആണ്. അപ്പോൾ വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കുക ചെയ്യാം, അല്ലേ? അപ്പോൾ ഇവിടെ ആൻസർ 3. പിന്നെ എളുപ്പമാണ്, വീണ്ടും 6 ഇങ്ങനെ കൂട്ടി എഴുതാം. 3നോട് വീണ്ടും 6 കൂട്ടിയാൽ 9, വീണ്ടും 6 കൂട്ടിയാൽ 15 എക്സെട്ര ഇങ്ങനെ പോകും. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കൊരു സമാന്തര ശ്രേണിയുടെ ഏത് രണ്ട് പദങ്ങൾ തന്നു കഴിഞ്ഞാലും ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ പൊതുവ്യത്യാസം കണ്ടെത്താം, കോമൺ ഡിഫറൻസ് കണ്ടെത്താം, എന്നിട്ട് ആ സീക്വൻസ് നമുക്ക് കണ്ടെത്താൻ പറ്റും. നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു 20th ടേം കാണും. ഈ സമാന്തര ശ്രേണിയുടെ അല്ലെങ്കിൽ ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 20ാമത്തെ പദമാണ്. എങ്ങനെ കാണാം? നമ്മൾ നേരത്തെ പറഞ്ഞു 20ാമത്തെ ടേം ഫസ്റ്റ് 20th ടേം കാണുമെങ്കിൽ ഫസ്റ്റ് ടേം പ്ലസ് 19 ഇൻറ്റു ഡി അറിയാം, അല്ലേ? പക്ഷെ ഇവിടെ ഫസ്റ്റ് ടേമിൽ നിന്ന് തന്നെ ആവണമെന്നില്ല. നമ്മളടുത്ത് ഇപ്പോൾ 3 ടേംസ് ഉണ്ട്. ഫോർത്ത് ടേം ഉണ്ട്, 12th ടേം ഒക്കെ ഉണ്ട്. ഏതെങ്കിലും ഒരു ടേം ഉപയോഗിച്ച് നമുക്ക് ഈ 20ാമത്തെ 20th ടേം കാണാൻ പറ്റും. ശ്രദ്ധിക്കാം. ഇപ്പോൾ ഞാൻ അങ്ങനെ എഴുതാം, x20 ഇസ് ഈക്വൽ ടു ഈ ഫസ്റ്റ് ടേമിന് പകരം ഞാൻ 12ാമത്തെ ടേം 12th ടേം. അപ്പോൾ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യേണ്ടി വരും? അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ മാറ്റി കൊടുത്താൽ മതി. ഇവിടെ ഫസ്റ്റ് ടേം ആയതുകൊണ്ടാണ്, ഒന്നാമത്തെ ആയതുകൊണ്ടാണ് ഇവിടെ 19 എന്ന് എഴുതിയത്. ഇവിടെ ഒന്നാമത്തേൻ്റെ സ്ഥാനത്ത് ഞാനിവിടെ 12ാമത്തെ 12th ടേമാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇനി എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി? 20 കിട്ടണമെങ്കിൽ നോക്കാം. 12ൽ നിന്ന് 20ൽ എത്തണമെങ്കിൽ നമുക്കറിയാം 8 ആണ് വരിക. അപ്പോൾ 8 കോമൺ ഡിഫറൻസ് നമ്മൾ ആഡ് ചെയ്താൽ മതി. അപ്പോൾ 12ാമത്തെ ടേം എന്ന് പറയുന്നത് 63 പ്ലസ് 8 ഇൻറ്റു കോമൺ ഡിഫറൻസ് 6. 63 പ്ലസ് 8 ഇൻറ്റു 6 48. ആഡ് ചെയ്യാം. 63 പ്ലസ് 48 111.
അതിൻ്റെ 20ാമത്തെ പദം അല്ലെങ്കിൽ 20th ടേം ഈസ് ഈക്വൽ ടു 111. ഓക്കെ അല്ലേ? നമ്മൾ ഇത്രയൊക്കെ ഒരുപാട് 2-3 പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്. ഓർത്ത് നോക്കുക, എന്താണ് ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസവും ഫസ്റ്റത്തെ പദവും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തുടർന്നുള്ള ഏത് പദവും കണ്ടെത്താം. എങ്ങനെ കണ്ടെത്താം? 10th ടേം ആണെങ്കിൽ x10 is equal to x1 plus 9 into d. 50th ടേം ആണെങ്കിൽ എങ്ങനെ കണ്ടെത്താം? x50 is equal to x1 plus 49 into d. അങ്ങനെ തുടർന്നുള്ള ഏത് പദവും നമുക്ക് കണ്ടെത്താൻ കഴിയും അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞു ഒരു സമാന്തര ശ്രേണിയുടെ അരിത്മെറ്റിക് സീക്വൻസിന്റെ തുടർച്ചയായ 3 പദങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് രണ്ട് എൻഡ് ടേംസിൻ്റെ സമ്മിൻ്റെ പകുതി അല്ലെങ്കിൽ രണ്ട് അറ്റത്തുള്ള പദങ്ങളുടെ തുകയുടെ പകുതിയായിരിക്കും അടുത്ത പദം. ഓക്കെ അല്ലേ? പിന്നെ പറഞ്ഞു ഏത് 2 ടേംസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം കണ്ടെത്താം. d is equal to ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്, പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ഉപയോഗിച്ചുള്ള വർക്കുകൾ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കുക. സമാന്തര ശ്രേണിയുടെ വർക്കുകൾ ചെയ്യാൻ പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ വേണമെന്നില്ല, നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് സമാന്തര ശ്രേണികൾ എഴുതാം. അത് ഉപയോഗിച്ച് ഈ കാര്യങ്ങൾ ചെയ്തു നോക്കാം. ഓക്കെ, ഈ കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യുക, നോട്ടിലെടുത്ത് ഞാൻ നോട്ട് ചെയ്യുക. എന്നിട്ട് ഈ കാര്യങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്ത് തീർക്കുക. നല്ല രീതിയിൽ ചെയ്തു പോകാം. ഓക്കെ, താങ്ക് യു.